ഹലോ ഡ്യൂഡ്സ്, നമ്മുടെ വാട്ടർ മെട്രോ വീഡിയോയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വൈറ്റില വാട്ടർ മെട്രോ സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് ഞാൻ ഫസ്റ്റ് കലൂരിൽ നിന്നും ഊബർ എടുത്തിട്ട് നമ്മൾ കാക്കനാട് പോയി. കാക്കനാട് നിന്ന് വാട്ടർ മെട്രോ എടുത്ത് ഇപ്പോൾ വൈറ്റിലയിൽ വന്ന് നിൽക്കുവാണ്. ഇനി ഞാൻ ഇവിടുന്ന് അടുത്ത ഊബർ എടുത്തിട്ട് നമ്മൾ ഹൈക്കോർട്ട് ടെർമിനലിലേക്ക് പോവുകയാണ്. അതായത് ഹൈക്കോർട്ട് ടെർമിനൽ വാട്ടർ മെട്രോയിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട്, അവിടുന്ന് വൈപ്പിനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഊബർ എടുത്ത് ഹൈക്കോർട്ട് ടെർമിനലിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യണം, ഞാനിത് രണ്ടാമത്തെ ഊബറാണ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ വൈറ്റില വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് വൈറ്റില ഹബ്ബ് കേട്ടോ. അതായത് ബസ് സ്റ്റാൻഡ് ഇവിടെ തന്നെയാണ്, വൈറ്റില ഹബ്ബ് ഇവിടെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വാട്ടർ മെട്രോയിൽ വന്നു കഴിഞ്ഞാൽ ബസ് എടുത്ത് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ മെട്രോ. ഇവിടെ എന്തൊക്കെയോ പുതിയ ഓപ്പറേഷണൽ ഓഫീസ് എന്തോ ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെയാണ് ഊബർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. ഇത് ബസ്സൊക്കെ പോകുന്നുണ്ടോ അങ്ങോട്ട്? സജിത സാവരിയ. പിന്നെ നമ്മളിത് ആ കാണുന്നതാണ് ഇവിടുത്തെ വൈറ്റില മെട്രോ സ്റ്റേഷൻ, അതായത് മെട്രോ ട്രെയിനിൻ്റെ സ്റ്റേഷൻ. അതാണ് ഇപ്പം ഒരു ട്രെയിൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് കണ്ടപ്പോഴാണ് പെട്ടെന്ന് ആലോചിച്ചത്. നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എക്സാക്ട്ലി വൈറ്റില ഹബ്ബ്, അതായത് ബസ് സ്റ്റാൻഡ്, വൈറ്റില മെട്രോ സ്റ്റേഷൻ, അതേപോലെ ദേ അവിടെ വൈറ്റില മെട്രോ ട്രെയിൻ. അപ്പം നമ്മൾ ഊബർ എടുത്തിട്ട് പോകാമെന്നുള്ള ആ ഒരു പ്ലാൻ മാറ്റി കേട്ടിട്ടു. കാരണം ഈ വൈറ്റില നമ്മുടെ ഹബ്ബിനെടുത്ത്, അതായത് വാട്ടർ മെട്രോയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒരു തരത്തിൽ ഊബർ ഒന്നും വരുന്നില്ല. രണ്ടെണ്ണം ക്യാൻസലായി. മൂന്നാമത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അപ്പോൾ ഭാഗ്യത്തിനത് ഈ ചേട്ടനെ കിട്ടി. ചേട്ടൻ എൻ്റെ കൂടെ ഹൈക്കോർട്ട് ടെർമിനലിലേക്ക് വരാമെന്ന് പറഞ്ഞു. ശരിക്കും എനിക്കറിയത്തില്ല ഇത്രയും തിരക്കുള്ള സ്ഥലമായിട്ട് എന്താണ് ഊബർ വരാൻ ബുദ്ധിമുട്ട്. എനിക്ക് ചേട്ടാ ഇവിടെ എന്തെങ്കിലും റോഡ് പണി വല്ലതും നടക്കുന്നുണ്ടോ? അടുത്തെങ്ങാണം, കാരണം ഭയങ്കര ഡിലേയും കാണിക്കുന്നുണ്ട്. അല്ല, ടാക്സി, കാറായിരുന്നു ബുക്ക് ചെയ്തത്. അപ്പോൾ ഇനി ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഓട്ടോ ചേട്ടൻ തിരിച്ച് പോവുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോ എടുത്തത് ഭയങ്കര ലാഭം കേട്ടോ. ഊബറിനകത്താണെങ്കിൽ 219 രൂപയായിരുന്നു, ഈ ചേട്ടൻ 180 രൂപയെ വാങ്ങിച്ചുള്ളൂ. അപ്പം ഞാൻ നമ്മുടെ ഹൈക്കോർട്ട് ടെർമിനലിൻ്റെ ആ എൻട്രൻസിലാണ് വന്നത്, വാട്ടർ മെട്രോയുടെ എൻട്രൻസിലാണ് വന്നത്. നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ, നമ്മൾ പണ്ട് പുലുക്കി വീഡിയോസൊക്കെ എടുത്തിട്ട് സൂപ്പർ ഹിറ്റാക്കിയൊരു സ്ഥലമാണ് കേട്ടോ. കുലുക്കി സർബത്ത് ഗ്ലാസ്സൊക്കെ അടിച്ച് പൊട്ടിച്ചത് ഓർമ്മയില്ലേ? അത് ഏത് കടയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇവിടെ ഗ്ലാസ്സൊക്കെ അടിക്കുന്നതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. യെസ് യെസ് യെസ്, നോക്കട്ടെ എങ്ങനെയുണ്ടോ നോക്കട്ടെ. ഇല്ല, ഇത് അധികം അങ്ങനെ കാണുന്നില്ല കേട്ടോ. എൻ്റെ അമ്മ, അയ്യോ അടിപൊളി. കണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ മറൈൻ ഡ്രൈവ് ഹൈക്കോർട്ട് ജംഗ്ഷനിലെ കുലുക്കിയുടെ പ്രത്യേകത. ഇവിടുത്തെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുന്ന സീനിലൊന്നും ഇപ്പോഴും ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ അവിടെ ഒരു സാഗരറാണി ബോട്ടൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് എത്ര മണിക്കാണ് മെട്രോ വൈപ്പിനിലേക്കുള്ളതെന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് പോയി നോക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വൈറ്റില വാട്ടർ മെട്രോ, അതേപോലെ കാക്കനാട് വാട്ടർ മെട്രോ സ്റ്റേഷനൊക്കെ ഇല്ലേ,
എനിക്ക് അവിടെ തന്നെക്കാട്ടിലും വാട്ടർ മെട്രോ സ്റ്റേഷൻ ഇവിടെയാണ് കേട്ടോ ഇഷ്ടം. കാരണം ഇവിടെ വരുമ്പോൾ നമ്മൾ എവിടെയോ ഏതോ ഒരു ഡിഫറെൻറ്റ് ലോകത്ത് വന്ന പോലുള്ളൊരു ഫീലാണ്. എന്നിട്ട് ഇവിടെയൊക്കെ ബോട്ട് അടുപ്പിച്ച് നിരപ്പിനിട്ടേക്കുന്നുണ്ടോ? ഇതേ സാഗര റാണി കിടക്കുന്നു. വേണ്ട നമ്മുടെ വാട്ടർ മെട്രോ കിടക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ഹൈക്കോർട്ട് ടെർമിനൽ, വാട്ടർ മെട്രോ ടെർമിനൽ. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുള്ളവർ നമ്മളെ ഇനോഗ്രേഷൻ ടൈമിൽ വാട്ടർ മെട്രോയുടെ വീഡിയോ ഇവിടുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ അത്യാവശ്യം നമ്മൾ നേരത്തെ ഞാൻ ഈ നേരത്തെ പോയെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോ കാണാം, എന്നാലും മനസ്സിലാവും കേട്ടോ. അതിനകത്ത് അവിടെ ഉള്ളതിനെക്കാട്ടിൽ കൂടുതൽ ആൾക്കാർ ഇവിടെയുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാണ്. ഇവിടെ ടിക്കറ്റ്സ് കൗണ്ടർ ഉണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ കൊച്ചി വൺ കാർഡ് ആയതുകൊണ്ട് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. എന്നാലും അടുത്ത ട്രെയിൻ എത്ര മണിക്കാണ് എന്ന് നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം. ഇപ്പം സമയം 1:18 ആയിട്ടേ ഉള്ളൂ. നമ്മുടെ വൈപ്പിൻ ബോട്ട് വരുന്നത് 1:50-നാണ്. അപ്പോൾ ഇവിടുന്ന് വൈപ്പിനിലേക്കും ബോൾഗാട്ടിയിലേക്കും 2 സർവീസാണുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഇവിടുന്ന് വൈപ്പിനിലേക്ക് പോകാനാണെങ്കിലും ബോൾഗാട്ടിയിലേക്ക് പോകാനാണെങ്കിലും 20 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ടിക്കറ്റ് ചാർജ്. നമ്മൾ നേരത്തെ കാക്കനാട് ടു വൈറ്റില പോയപ്പോൾ 30 രൂപയാണ്. അത് എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ളൊരു ട്രിപ്പാണ്. ഇത് അത്രയും ഡിസ്റ്റൻസ് ഇല്ല, അതുകൊണ്ടായിരിക്കും 20 രൂപ. നമ്മൾ ഈ ഒരു വാട്ടർ മെട്രോ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയതിന് ശേഷം കാണുന്ന 3ാമത്തെ സ്കൂൾ കുട്ടികളുടെ ഗ്രൂപ്പാണ് കേട്ടോ. എല്ലാവരും ടൂറിന് എറണാകുളത്ത് വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുവാണ് വാട്ടർ മെട്രോ. നമ്മൾ നേരത്തെ കാക്കനാട് പോയപ്പോഴും അവിടുന്ന് വൈറ്റിലെ പോയപ്പോഴും ഒക്കെ. നിങ്ങൾ ഏത് സ്കൂളാ? എവിടെ? കോട്ടായി. അത് അതെവിടെ? പാലക്കാടോ? ഓ, നിങ്ങൾ വാട്ടർ മെട്രോ കേറിയോ? എവിടെ പോയി? എവിടെ കേട്ടില്ല? എവിടെ പോയി? സാഗർ റാണിയിലാണ് പോയത്. ചേച്ചി ഒരു ട്രാവൽ ബ്ലോഗറാണ്, സജിത സാവരി എന്നാണ് ചാനലിന്റെ പേര്. നിങ്ങളെ വിളിക്കുന്നത് സജിത സാവരിയാ. ഹായ്, കൊള്ളാല്ലേ? കംപ്ലീറ്റ് കുട്ടികൾ. ഇപ്പൊ നമ്മുടെ എത്ര ഗ്രൂപ്പാണ് ഇങ്ങനെ കണ്ടേ. എങ്ങനെയുണ്ട്? കൊച്ചി ഇഷ്ടമായോ? ഓ, ഇതിനു മുന്നേ കൊച്ചിയിൽ വന്നിട്ടുണ്ടോ? സ്ഥിരം വരാറുണ്ടോ? ഓ, അത് ശരി. ഓക്കെ. മോളെ ഇത് യൂട്യൂബ് ചാനലാ, സജിത സാവരിയ. സബ്സ്ക്രൈബ് ചെയ്യണം. അത് മാത്രം പോരെ, ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലടാ, വളരെ കുറവാ. അതുകൊണ്ടല്ലേ ചെയ്യാൻ പറയുന്നേ. ശരി, ഓക്കെ, ശരി, ടാറ്റാ. ഇപ്പം നമുക്ക് പോകാനുള്ള ബോട്ട് വന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഇറങ്ങി വരുന്ന ആളുകളാണിത്. നിങ്ങളൊരു അനൗൺസ്മെന്റ് കേട്ടില്ലേ? നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലൊക്കെ ഉള്ളതുപോലുള്ള അനൗൺസ്മെന്റ് ഇവിടെ ഉണ്ട്. പോണ്ടൂൺ നമ്പർ 3-ൽ നമ്മുടെ വൈപ്പിനിലേക്ക് പോകാനുള്ള ബോട്ട് റെഡിയായി കിടപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആൾക്കാരെല്ലാം ഇപ്പം കയറാൻ പോകുന്നത് കേട്ടോ. ഇതാണ് പോണ്ടൂൺ നമ്പർ 3. ഇവിടെ എല്ലാം സൈഡ് സീറ്റൊക്കെ കംപ്ലീറ്റ് ആൾക്കാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇവിടെ ഇരിക്കാം. നിങ്ങൾ എവിടെ നിന്ന് വരുവാ? തൊടുപുഴയെന്നോ? ഇവിടെ എന്തിന് വെറുതെ വന്നെയാണോ അതോ കാണാൻ വേണ്ടിയിട്ട് വന്നെയാണോ? ഞാൻ ചോദിച്ചത് വേറെ ഒന്നുണ്ടല്ലോ, മോക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. മോളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നെയാണോ? ശരി, ഓക്കെ. എന്താ മോളുടെ പേരെന്താ? ജസീല. ശരി. അപ്പം നമ്മൾ കാക്കനാട് ടു വൈറ്റില പോയ പോലെയല്ല. ഇപ്പം നിങ്ങൾക്ക് ടൈം മനസ്സിലായല്ലോ, ഉച്ചയ്ക്ക് 1:50 ബട്ട് ഓൾമോസ്റ്റ് സീറ്റ് ഇതിനകത്ത് ഫുള്ളാണ് കേട്ടോ. അയ്യോ, എൻ്റെ അവിടുത്തെ സീറ്റും പോയി. ഞാൻ ബാഗൊന്നും വെക്കാതെ വന്നുകൊണ്ട് അവിടുത്തെ എൻ്റെ സീറ്റും പോയി. ഡ്യൂട്ട്സ്. ഓക്കെ, എന്തായാലും ഇവിടെ ഒരു സീറ്റുണ്ട്, ഞാൻ ഇവിടെ ഇരിക്കാം. തൽക്കാലം ഇവരുടെ കൂടെ ഇരിക്കാം കേട്ടോ. എൻ്റെ സീറ്റിൽ കയറി ഇരുന്നവർ ആക്ച്വലി അവർ ടൂറിസ്റ്റുകളാണ് കേട്ടോ. അവർ വേറെ ഏതോ സ്ഥലത്തുനിന്ന് വന്നതാണ്. അപ്പം അതുകൊണ്ട് തൽക്കാലം നമ്മൾക്ക് ക്ഷമിക്കാം. ഞാൻ പിന്നെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് സീറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിങ്ങനെ ഓടിച്ചാടി നടന്നാണല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ട് ഇവിടെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ബോട്ടിനകത്ത് ഇരുന്നിട്ട് നമ്മുടെ ബോട്ടിലെത്തി കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇത് കൊച്ചി കായലാണെങ്കിൽ തന്നെ നമ്മൾ കാക്കനാട് പോയ പോലെ ഒരു ബാക്ക് വാട്ടർ പോലെയുള്ള ഫീൽ. ഇതൊരു നമ്മൾ ശരിക്കും ഒരു എന്താ പറയുക, കടലിൽ കൂടി ട്രാവൽ ചെയ്യുന്ന പോലെയല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നത്.
എൻ്റെ വാട്ടർ മെട്രോ വേറെണ്ണം വൈപ്പിനിൽ നിന്നും വോൾഗാട്ടിൽ നിന്നൊക്കെ തിരിച്ചു വരുവാണത്. The next terminal is Waipin. ദയവായി ശ്രദ്ധിക്കുക, വരാൻ പോകുന്നത് വൈപ്പിൻ. ഇപ്പം ആ ഒരു സൈഡിൽ കുറേ ബോട്ടുകളൊക്കെ ഇട്ടേക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ആ സ്കൂൾ ഗ്രൂപ്പ് കുട്ടികളോട് ചോദിച്ചില്ലേ നിങ്ങൾ ഏത് ബോട്ടിലാണ് പോയതെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അവർ പറഞ്ഞു സാഗരറാണി. അതേപോലെ ഈ ഒരു കായലിൽ ചുറ്റി കറങ്ങാനുള്ള ബോട്ടുകളാണ് അവിടെ ഇട്ടേക്കുന്നത് കേട്ടോ. മറൈൻ ഡ്രൈവിലാണ് കിടക്കുന്നത്. ഇത് കണ്ടോ ഡ്യൂട്ട്സ്, ഇതാണ് റിയൽ കൊച്ചിയുടെ ആംബിയൻസ്. ഫ്ലാറ്റുകൾ ഇങ്ങനെ നിരന്ന് എടുക്കുന്നുണ്ടോ? അപ്പം നമ്മൾ അവിടെ നിന്നാണ് അങ്ങേ അറ്റത്തു നിന്നാണ് ബോട്ട് എടുത്ത് വന്നത്. നമ്മുടെ ഈ ബോട്ടിനകത്ത് കറക്റ്റായിട്ട് അനൗൺസ്മെൻറ്റ് ഉണ്ട് കേട്ടോ, നമ്മളിപ്പോൾ ഏത് വഴിയൊക്കെയാണ് പോകുന്നത് എന്ന്. നമ്മളിപ്പോൾ ബോൾഗാട്ടി വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേണ്ട ആ കാണുന്ന ആ ബോട്ട് ചുട്ടിയാണ് ബോൾഗാട്ടി. നിങ്ങൾക്കറിയാലോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഫിലിമിനകത്ത് ദിലീപിൻ്റെ വീട് അതൊക്കെ ഷൂട്ട് ചെയ്ത അവിടെയാണ് കേട്ടോ. ആ കൊട്ടാരമൊക്കെ അവിടെയാണ്. ഇതിൻ്റെ ആ ഒരു സൈഡിൽ, അതായത് ഈ സൈഡിൽ കൊച്ചിയുടേതായിട്ടുള്ള റിച്ച്നെസ്, അതായത് ഒരുപാട് ഫ്ലാറ്റുകളും വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ. ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ആ ഒരു പാലസും കുറേ കൂടെ കൂടുതൽ പച്ചപ്പും ഒക്കെ ആയിട്ട്. അങ്ങ് അവിടെ ദൂരെ കുറേ ഹൗസ് ബോട്ടൊക്കെ കിടപ്പുണ്ട് കേട്ടോ. 2-3 ഹൗസ് ബോട്ടുകളൊക്കെ അവിടെ കിടപ്പുണ്ട്. എക്സ്ക്യൂസ് മീ, are you tourist? Are you tourist? Tourist, you are coming from, you are from India. From which place? Sorry, Meghalaya, Shillong. Then how is Kochi? Kochi is good? Your name, your good name? Your good name? Jefferson. Okay, thank you. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ടൂറിസ്റ്റുകളാണ് അവർ കേട്ടോ. നിങ്ങൾക്കറിയാലോ കൊച്ചിയിലെ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യത്തെ വാട്ടർ മെട്രോ ആണ്. നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കാണാറില്ലേ, അതായത് ഇൻ്റർനാഷണൽ പീപ്പിളും ഈവൻ ഇന്ത്യയുടെ തന്നെ പല സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വരുന്ന പീപ്പിൾസൊക്കെ ഇന്ത്യാസ് ഫസ്റ്റ് വാട്ടർ മെട്രോ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം നമ്മളിതിന് ഈ ഒരു സർവീസിന് കുറച്ചും കൂടെയൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ടൂറിസം ബേസിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലേ ഡ്യൂട്ട്സ്? ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കാക്കനാട് ടു വൈറ്റില പോയി. വൈറ്റിലയിൽ നിന്ന് ഞാൻ ഒരു ഓട്ടോ എടുത്തിട്ട് ഹൈക്കോർട്ടിൽ വന്നു, അതായത് ഹൈക്കോർട്ട് ജംഗ്ഷൻ ടെർമിനലിൽ വന്നു. അപ്പം നമ്മൾ കലൂരിൽ നിന്ന് കാക്കനാട് പോയതും ഒരു ഊബർ എടുത്തിട്ടാണ് പോയത്. എന്നിട്ട് ഇനിയിപ്പം ഞാനിവിടെ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വൈപ്പിനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഒരു ഫുൾ ഫ്ലെഡ്ജായിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസിൽ ഒരു വാട്ടർ മെട്രോ ഇട്ട് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക്, അതായത് ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ, വാട്ടർ മെട്രോയ്ക്ക് ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ അതിന് വലുതായിട്ട് എന്തെങ്കിലും കാര്യം വേണോ അല്ലേ? അപ്പോൾ നിങ്ങൾ അനൗൺസ്മെൻറ്റ് കേട്ടല്ലോ, നേരത്തെ പറഞ്ഞ ഷിപ്പ്, ദുബായിൽ നിന്നും ആദ്യമായിട്ട് ഷിപ്പ് എത്തിയ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ അനൗൺസ്മെൻ്റ് ഒക്കെ വെക്കുന്നത് ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പോൾ സാധാരണക്കാരായ, അതായത് ഇവിടുത്തെ പല ആളുകൾക്ക്, ഇവിടുത്തെ ലോക്കൽ പീപ്പിൾസിനെ പോലും ചിലപ്പം കറക്റ്റായിട്ട് ഇതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ അറിയാത്തവർക്കോ ഇതൊരു യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതൊക്കെ ഷിപ്പിൽ നിന്ന് സാധനങ്ങൾ എടുക്കുകയും കയറ്റുകയൊക്കെ ചെയ്യുന്ന ക്രെയിൻസ് ആണ്. എന്താ അതിൻ്റെ ഒരു സൈസ് നോക്കാൻ. നമ്മളിത് ദൂരെ ഒരു പാലം കാണുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് ഇവിടുത്തെ ഗോശ്രീ പാലം. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് വൈപ്പിൻ ബോട്ട് ജെട്ടിയിൽ എത്തിയിട്ടുണ്ട്. മെട്രോ വാട്ടർ ടെർമിനലിൽ എത്തിയിട്ടുണ്ട് വൈപ്പിൻ. അതെ, ഞാൻ ഇത്രയും എടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല. എൻ്റെ പേര് സജിത സാവര്യ, ചാനലിൻ്റെ പേരാണ്. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? സജിത സാവര്യ. എവിടുന്നാണ് വരുന്നത്? അങ്കമാലിക്കാരാണോ? നിങ്ങൾ വാട്ടർ മെട്രോ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണോ അതോ? ഓ ആ ശരി, ഓക്കെ ഓക്കെ. എന്നിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ആദ്യമായിട്ടാണോ? ഫസ്റ്റ് ടൈം ആണല്ലേ? അപ്പോൾ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഡ്യൂട്ട്സ്. അതായത് ഇപ്പോൾ ഇവർ അങ്കമാലിയിൽ നിന്ന് വരുന്നു, ഇതേപോലെ എത്രയോ ആൾക്കാർ എൻജോയ് ചെയ്യാൻ വരുന്നുണ്ട്. അവർക്ക് ഈ ഒരു സർവീസ് ത്രൂ ഫോട്ടോച്ച് വരെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എന്ത് എൻജോയ്മെൻറ്റ് കിട്ടുന്നല്ലേ. അതായത് ഒരു റൂട്ടിൽ തന്നെ നമുക്ക് ഇവിടുന്ന് ഫോട്ടോച്ച് വരെ പോകുക എന്ന് പറയുന്നത് ടൂറിസം ബേസിൽ അതൊരു വൻ ഡെവലപ്മെൻറ്റിനുള്ള സാധ്യതയാണ്.
അപ്പം നമ്മളങ്ങനെ വൈപ്പിൻ വാട്ടർ മെട്രോ ടെർമിനലിൽ എത്തിയിട്ടുണ്ട്. ഓ ഇവിടെയും നല്ല തിരക്കാണ് കേട്ടോ. നല്ല തിരക്ക് മീൻസ് ദേ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഗ്ലാസ്സിൽ കൂടെ കാണാൻ പറ്റും അവിടെ ആൾക്കാർ ക്യൂ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അവർ ഹൈക്കോർട്ട് ടെർമിനലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ആളുകളാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? സ്കൂളാണോ? എവിടെയാ? ഏറ്റുമാനൂരോ? ശരി. ദേ അങ്ങോട്ട്. അതെ പറയാം. ആ ഇതുണ്ടാകും. നമുക്ക് കുട്ടികളെ കിട്ടിയാലുള്ളൊരു പരിപാടി ഇതാണ്. അവരങ്ങ് അടിച്ചു പൊളിക്കുകയാണ് കേട്ടോ. നിങ്ങളല്ലേ ഏറ്റുമാനൂർതാണോ? ദേ കണ്ടോ എത്ര പേരുണ്ടെന്നൊക്കെ. എന്റെ പൊന്നോ. ചാനല് സജിത സാവരിയ. മൊബൈലുണ്ടോ മോഡയില്? അപ്പം നിങ്ങൾ മെട്രോ സ്റ്റേഷനിലൊക്കെ വന്ന് ട്രിപ്പ് കഴിയുന്നിടം വരെ, അതായത് അടുത്ത നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ മെട്രോ സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ ചെന്നിട്ട് വെളിയിൽ ഇറങ്ങുന്നിടം വരെ നിങ്ങൾ ടിക്കറ്റ് കയ്യിൽ വെച്ചിരിക്കണം. കാരണം നിങ്ങൾക്ക് ഇതിപ്പോൾ കാർഡാണ്. ടിക്കറ്റ് എടുക്കുന്നവരാണെങ്കിൽ ഇതാണെങ്കിൽ നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കണം. കാരണം ഇത് ടാപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മെട്രോ സ്റ്റേഷന് വെളിയിലേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ദേ അടുത്തൊരു ഗ്രൂപ്പ് കയറുന്നുണ്ട്. നിങ്ങൾ വൈപ്പിനാണോ ബോൾഗഡ്? എവിടെ പോരാ? സോറി വൈപ്പിൻ, മറൈൻ ഡ്രൈവ് പോകാൻ. ഓക്കെ. ഞാൻ വൈപ്പിനോന്നാണ്, ഞാൻ വൈപ്പിലാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം മറന്നുപോയി. അപ്പോൾ ഇവരെല്ലാം മറൈൻ ഡ്രൈവ് പോകാനായിട്ടാണ് വരുന്നത്. ഇവിടെ കിടക്കുന്ന സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് റോറോ സർവീസാണ്. ജങ്കാർ, അതായത് നമ്മളിപ്പോൾ ഈ വൈപ്പിനെ വന്നിട്ട് ഇനി ഇവിടുന്ന് ആർക്കെങ്കിലും ഫോർട്ട് കൊച്ചിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗം റോറോ സർവീസ് എടുത്ത് പോവുക, അല്ലെങ്കിൽ ബൈ റോഡ് പോവുക. അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സർവീസ്, അതായത് വാട്ടർ മെട്രോ ഭയങ്കര സക്സസ് ആണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഒരുപാട് പേര്, അതായത് ഇവിടുത്തെ സാധാരണ ആൾക്കാർ ഇത് അവരുടെ ഒരു ഡെയിലി ലിവിങ്ങിൻ്റെ ആവശ്യമായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ഈ ഒരു സർവീസ്, അതായത് നമ്മൾ നേരത്തെ പോയ കാക്കനാട് ടു ഫോർട്ട് കൊച്ചി എന്നുള്ളൊരു ഒരു ലോങ് ഡിസ്റ്റൻസിലുള്ളൊരു സർവീസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൊച്ചി കായൽ, അതായത് കൊച്ചിയുടെ ഒരു ബാക്ക് വാട്ടർ ടൂറിസം, അതേപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് നമ്മൾ ഹൈക്കോർട്ടിൽ നിന്ന് രണ്ടും എക്സ്ട്രീം ഡിഫറെൻ്റ് ആണ് കേട്ടോ. അതായത് നമ്മൾ കാക്കനാട് നിന്നും വൈറ്റിലയിലേക്ക് പോകുന്നതും അതേപോലെ ഹൈക്കോർട്ട് ടെർമിനലിൽ നിന്നും വൈപ്പിനിലേക്ക് പോകുന്ന ആ ഒരു സർവീസും കാണാനുള്ള കാഴ്ചകളൊക്കെ എക്സ്ട്രീം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ശരിക്കും ഇന്ന് ഞാൻ എന്തിനാണ് ഇങ്ങനൊരു വ്ളോഗ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ വാട്ടർ മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ കുറേ ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ടൂറിസം ബേസിൽ ഒരു ഫുൾ ഫ്ലെഡ്ജായിട്ട് വാട്ടർ മെട്രോ ഉപയോഗിക്കാൻ നമുക്ക് അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ കാക്കനാട് നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന അതേ സെയിം കായൽ തന്നെയല്ലേ ഇത്. കാക്കനാട് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ത്രൂ നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകത്തക്ക രീതിയിൽ ഒരു ടൂറിസം മാപ്പൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഇത്രയും നാളായിട്ട്, നമുക്കറിയാം വാട്ടർ മെട്രോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്ര മാസമായി? എനിക്ക് തോന്നുന്നു ഒരു 6 months കൂടുതലായിട്ടുണ്ട് തോന്നുന്നു. ഇതുവരെ വേറെ ഒരു സർവീസ് പോലും, അതായത് ഹൈക്കോർട്ട് ടു വൈപ്പിൻ, അതേപോലെ കാക്കനാട് ടു വൈറ്റില, ഇതല്ലാണ്ട് വേറെ എക്സ്ട്രാ സർവീസുകളൊന്നും ഇത്രയും നാളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ കുറച്ച് ബോട്ടിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, നമ്മുടെ കൊച്ചിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പണിയിട്ടിരുന്ന ബോട്ട് കേന്ദ്ര സർക്കാർ അടിച്ചുകൊണ്ട് പോയി അയോധ്യയിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറയാം. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം, അവിടെ ചെയ്യാൻ പോകുന്നത് അയോധ്യ ടു വാരണാസി, അതായത് ഏകദേശം 4-5 മണിക്കൂർ ലെങ്തി ആയിട്ടുള്ളൊരു സർവീസ്, അതൊരു ടൂറിസം ബേസിലുള്ള സർവീസാണ് അവർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എത്രയോ നേരത്തെ ഇത് ചെയ്യാമായിരുന്നു. ഇപ്പം ഒരു ടൂറിസ്റ്റ് ഇവിടെ വരുവാണെങ്കിൽ ഈ കൊച്ചി കായൽ കംപ്ലീറ്റ് അവർക്ക് എക്സ്പ്ലോർ ചെയ്ത്, അതായത് ഒരു ബാക്ക് വാട്ടർ ടൂറിസം എക്സ്പ്ലോർ ചെയ്ത്, അതേപോലെ നമ്മുടെ ഈ ഒരു വൈപ്പിൻ ഏരിയയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുക, ബാക്കി അവിടെ എക്സ്പ്ലോർ ചെയ്യുക. എന്തൊരു സ്വപ്നമല്ലേ, എന്തൊരു സുന്ദരമായ സ്വപ്നം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതല്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ, ടാറ്റാ.